മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ചൈനയിൽ നിന്ന് വെറും കൈയോടെ മടങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 ദിവസം നീണ്ടുനിന്ന സന്ദർശനത്തിൽ പ്രധാന കരാറുകളിലൊന്നും ഒപ്പുവെച്ചില്ല. ഇറാൻ വിഷയത്തിലും ചൈനീസ് പിന്തുണ ഉറപ്പാക്കാനാകാതെയാണ് ട്രംപ് US-ലെത്തിയത്. അതേസമയം ചർച്ച വൻ വിജയമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. We made great deals. We did great trade deals. We had great relationships, and a lot of things have happened that you'll be hearing about them. But that was a tremendous success. I think it really was a historic moment. Thank you so much. വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, യഥാർത്ഥത്തിൽ ഈ ട്രംപിൻ്റെ ഈ ചൈന സന്ദർശനത്തിൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു? കാരണം ചൈനയുമായി മറ്റ് പ്രത്യേക കരാറുകളൊന്നും ഒപ്പുവെച്ചില്ല, വെറും കൈയോടെ മടങ്ങേണ്ട സാഹചര്യം. പക്ഷേ ഈ ചർച്ച വൻ വിജയമെന്ന് പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നിരവധി ലക്ഷ്യങ്ങളോടെയാണ് ട്രംപ് ചൈനയിലേക്ക് പോയത്. ഇക്കാര്യം ട്രംപ് ചൈനയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ സമവായം ഉണ്ടാകുമെന്ന് ലോകത്തുള്ളവർ ഉറ്റുനോക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു സൂചിപ്പിക്കേണ്ടത് ഇറാൻ വിഷയം തന്നെയായിരുന്നു. ഇറാൻ സംഘർഷം അതിലൊരു പ്രത്യേകിച്ച് ഒരു സമവായമാകാതെ നിൽക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ ഇപ്പോഴും കപ്പലുകൾ സുഗമമായി കടന്നു പോകുന്നില്ല. അതുപോലെ നിരവധി പല രാജ്യങ്ങളിലുള്ള ഇന്ധന വിലയിലുള്ള വർധനവ്, ഇന്ധനക്ഷാമം, ഇതെല്ലാം സജീവമായി തന്നെ നിലനിൽക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ അതിൻ്റെ പ്രതിഫലനങ്ങൾ വളരെ വ്യാപകമായി നമുക്ക് കാണാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ചൈന സന്ദർശനത്തിന് ശേഷം പലവിധ സാധ്യതകൾ യുദ്ധത്തിൽ നമ്മൾ കണ്ടിരുന്നു. അതായത് ട്രംപ് ചൈനീസ് സന്ദർശനത്തിന് ശേഷം ചൈനയുടെ കൂടി ഒരു സഹായത്തോടെ ഇറാനുമായിട്ടുള്ള സംഘർഷത്തിൽ ഒരു സമവായം, അതെല്ലാം ഉദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ ഇറാൻ വിഷയം വെറുതെ ചർച്ചയായതല്ലാതെ പ്രത്യേകിച്ച് ഒരു കരാറോ അല്ലെങ്കിൽ സംയുക്ത പ്രസ്താവനയോ ഒന്നും തന്നെ ചൈനയുടെയും US-ൻ്റെയും ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് തീർത്തും നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ട്രംപ് പറഞ്ഞത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായിട്ട് ഇറാന്റെ വിഷയം ദീർഘനേരം സംസാരിക്കുകയുണ്ടായി. ഇറാന് ചൈന നൽകുന്ന സൈനിക പിന്തുണ ഇനി മുതൽ നൽകില്ല എന്ന് ചൈന തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളതായിട്ടാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ ചൈന ഇറാനുമായിട്ട് ഈ ഇറാനിൽ ഒരു ആണവായുധം ഉണ്ടാക്കുന്നതിനെ ചൈനയും പൂർണ്ണമായിട്ട് എതിർക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ അതും ഷീ ജിങ് പിങ് തന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഈ ട്രംപ് പറഞ്ഞ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു സ്ഥിരീകരണവും വരുന്നില്ല. അതുപോലെ തന്നെ ഒരു സംയുക്ത പ്രസ്താവനയും ചൈനയുടെയും US-ൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ US നിരവധി ഒരു പദ്ധതികൾ ഇപ്പോൾ ചൈനയുമായി നടത്താൻ ഉദ്ദേശിച്ചിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാപാര കരാർ തന്നെയായിരുന്നു. ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര യുദ്ധം തന്നെ നിലവിൽ വന്നിരുന്നു. അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേലെ അമേരിക്ക തീരുവ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പ്രതികാരമായിട്ട് അമേരിക്കയിൽ നിന്ന് സോയാബീനും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും വാങ്ങില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്നു. അതുപോലെ തിരിച്ച് ചൈനയിലുള്ള നിരവധി കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം പ്രഖ്യാപിക്കുന്നു. ഇത് കാരണം റെയർ എർത്ത് എലമെന്റ്സും അതുപോലെ മറ്റ് AI, അതുപോലെ ചിപ്പുകൾ തുടങ്ങിയിട്ടുള്ള നിരവധി സാങ്കേതിക വിദ്യകൾ ലഭിക്കാതെ അമേരിക്കയിലുള്ള ടെക് കമ്പനികൾ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥ വരെയുണ്ടായി. ഇപ്പോൾ ഒരു താൽക്കാലികമായി ഒരു വ്യാപാര ഉടമ്പടിയിലൂടെയാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അത് ഈ വരുന്ന നവംബറിൽ അത് എക്സ്പയർ ആവും. എന്നാൽ അതിനുശേഷമുള്ള വ്യാപാരത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയും അമേരിക്കയ്ക്കും അതുപോലെ ഇറാനുമിടയിൽ നിലവിൽ രൂപീകരിച്ചിട്ടില്ല. കൃത്യമായിട്ടുള്ള ഒരു വ്യാപാര കരാറോ അല്ലെങ്കിൽ വ്യാപാര ധാരണയോ ഇല്ലാതെയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും അതുപോലെ ട്രംപും ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. ട്രംപ് അവകാശപ്പെടുന്നത് അമേരിക്കയിൽ നിന്ന് നിരവധി കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന് ചൈന ഉറപ്പ് നൽകിയിട്ടുള്ളതായിട്ടും അതുപോലെ ബോയിങ്ങുമായി ഏതാണ്ട് 200ഓളം ജെറ്റുകൾ വാങ്ങുന്നതിനുള്ള കരാർ ചൈന ഒപ്പുവെച്ചുവെന്നുമാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ചുള്ള യാതൊരു സ്ഥിരീകരണവും ചൈനയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല. ഇത് ഒപ്പിട്ടിട്ടുള്ള ഒരു ഡോക്യുമെന്റും പുറത്തു വന്നിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു തായ്വാൻ വിഷയം. ഈ തായ്വാൻ വിഷയം നിലവിൽ വീണ്ടും ഒരു തർക്കം ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ചൈന പറയുന്നത് തായ്വാന്റെ കാര്യത്തിൽ അമേരിക്ക അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും, അത് അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നാണ് ചൈന പറയുന്നത്. എന്നാൽ ട്രംപ് ഇപ്പോൾ മാധ്യമങ്ങളോട് അവിടെയും ഇവിടെയും തൊടാതെയുള്ളൊരു നിലപാടാണ് തായ്വാൻ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ട്രംപ് പറയുന്നത് തായ്വാന് നേരത്തെ നൽകുമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്
സമ്മതിച്ചിട്ടുള്ള ആയുധങ്ങൾ അത് നൽകുന്ന കാര്യം പൂർണ്ണമായി തീരുമാനിച്ചിട്ടില്ല എന്നാണ്. നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക തായ്വാനുമായിട്ട് കൂടുതൽ അടുക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. തായ്വാന് $14 ബില്യൺ ആയുധങ്ങൾ അമേരിക്ക വിൽക്കുമെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ $14 ബില്യൺ ആയുധങ്ങൾ വിൽക്കുന്നത് താൻ ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നാണ് നിലവിൽ ട്രംപ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ തായ്വാൻ വിഷയത്തിൽ ഉൾപ്പെടെ ട്രംപിന് തൻ്റെ പഴയ നിലപാട് മയപ്പെടുത്തേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത്. അതായത് ഇറാൻ വിഷയത്തിൽ ഉൾപ്പെടെ അതുപോലെ ഈ വ്യാപാര വിഷയത്തിൽ ഉൾപ്പെടെ അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ചൈനയിലേക്ക് എത്തിയ ട്രംപ് നിലവിൽ ഒന്നുമില്ലാതെ കയ്യിലുള്ളത് കൂടെ പോയ ഒരു അവസ്ഥയിലാണ് നിലവിൽ വൈറ്റ് ഹൗസിൽ എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ സെപ്റ്റംബറിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് US-ലേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇറാൻ വിഷയത്തിൽ ഉൾപ്പെടെ ഒരു പരിഹാരവും ഒരു ആശ്വാസവും ലോകത്തിന് ഇതിലൂടെ ലഭിക്കുന്നില്ല. വ്യക്തമാണ്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വെറും കൈയോടെയാണ് ചൈനയിൽ നിന്നും ട്രംപിന് മടങ്ങേണ്ടി വന്നത്. ചർച്ച വലിയ വിജയമായിരുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചൈനയുടെ പിന്തുണ ലഭിച്ചില്ല, മറ്റ് കരാറുകളിലൊന്നും ഒപ്പിടാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.